Hi everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ബികോം BBA സ്റ്റുഡൻസിന്റെ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് എന്ന സബ്ജക്റ്റിന്റെ വീഡിയോസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്തൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഓൾറെഡി ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് നേരത്തെ 2 മാർക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് essay ക്വസ്റ്റ്യൻസും ഷോർട്ട് essay എല്ലാം നമ്മൾ ഇതിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് 2 മാർക്കും കൂടി പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് കേട്ട് പോകാൻ ശ്രമിക്കുക. ഏതൊക്കെയാണ് വരികയെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇപ്പം നമ്മൾ ബിസിനസ് റെഗുലേഷനൊക്കെ നോക്കുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വിട്ടവർ എന്താ പറയുക കുറച്ചും കൂടി അഡീഷണൽ ആയിട്ടുള്ള രീതിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് പഠിച്ച് പോകാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ കേട്ടോ. 4th സെമ്മിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ അതിൻ്റെ ക്രാഷ് കോഴ്സ് കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെ സപ്ലി അതിൻ്റെ ട്യൂഷന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഉടൻ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് അറിയാവുന്നതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ സോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ട്രഡീഷണൽ മാർക്കറ്റിംഗും ഡിജിറ്റൽ മാർക്കറ്റിംഗും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ചോദിക്കാറുണ്ട്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്നതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. നമ്മൾ ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ട് ആമസോൺ വഴിയൊക്കെ വാങ്ങുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് B2B ആണ്, അതായത് ബിസിനസ് ടു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ് B2B എന്ന് പറയുന്നത്. അടുത്തത് വാട്ട് ഈസ് സ്റ്റീപ്പിൾ ദി ഹാൻഡ്സ്. സ്റ്റീപ്പിൾ ദി ഹാൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഒരു പ്രസന്റേഷൻ പോസ്റ്റേഴ്സ് ഉണ്ട്. സ്റ്റീപ്പിൾ ദി ഹാൻഡ്സ് നമ്മുടെ 5 വിരൽത്തുമ്പുകൾ മറ്റേ 5 എന്താ പറയുക വിരൽത്തുമ്പുകളോട് ഇങ്ങനെ കണക്ട് ചെയ്ത് പിടിക്കുന്നതിനെയാണ്, അങ്ങനെ പിടിച്ച് നമ്മൾ ക്ലാസ് കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ, പ്രസന്റേഷൻ എടുക്കുമല്ലോ, അതിനെയാണ് സ്റ്റീപ്പിൾ ദി ഹാൻഡ്സ് എന്ന് പറയുക. ഇത് നമുക്ക് കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് മിനിറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു റിട്ടൺ റെക്കോർഡ് ബുക്കാണ്. കഴിഞ്ഞു പോയ മീറ്റിംഗ്സ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കുന്ന ഒരു ബുക്കാണ് മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത്. ഒരു റിട്ടൺ ഡോക്യുമെന്റിന് ഒരു ഉദാഹരണമാണ്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഉദാഹരണമാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഇമെയിൽ എറ്റിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമെയിൽ അയക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട കുറച്ച് കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പിളുകളെയാണ് നമ്മൾ ഒരു മര്യാദ പൊളൈറ്റ്നസിനെയാണ് ഇമെയിൽ എറ്റിക്വറ്റ് എന്ന് പറയുന്നത്. 24 hours തന്നെ റിപ്ലൈ കൊടുക്കുക, പിന്നെ എന്താ പറയുക നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള രീതിക്ക് ക്ലിയർ ആയിട്ടുള്ള രീതിക്ക് കൺവേ ചെയ്യാം. മെയിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് മുഴുവനായിട്ട് ഉപയോഗിച്ച് എഴുതാൻ പാടില്ല. അങ്ങനെയുള്ളതാണ് കുറച്ച് ഇമെയിൽ എറ്റിക്വറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ സോഫ്റ്റ് സ്കില്ല് ഹാർഡ് സ്കില്ല് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് വെർബോസിറ്റി. വെർബോസിറ്റി എന്ന് പറഞ്ഞാൽ യൂസിങ് മോർ വേർഡ്സ്, അതായത് നമ്മൾ ഒരുപാട് വേർഡ്സ് കുത്തി നിറച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനെയാണ് വെർബോസിറ്റി എന്ന് പറയുന്നത്. ടൂ മച്ച് ഇൻഫോർമേഷൻ, അതിനെയാണ് വെർബോസിറ്റി എന്ന് പറയുന്നത്. ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ വാട്ട് ഈസ് സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യൽസ് ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ് ഡോക്യുമെന്റേഷൻ. ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എനി പീസ് ഓഫ് റൈറ്റിംഗ് ദാറ്റ് ഡിസ്ക്രൈബ് അപ്ലിക്കേഷൻ, കണ്ടന്റ്, പർപ്പസ്, എന്തിനെങ്കിലും കുറിച്ച്, അതായത് നമ്മൾ യൂസർ മാനുവൽ പോലെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുക. അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട കുറച്ച് സ്റ്റാൻഡേർഡിനെയാണ് ഇവിടെ സ്റ്റാൻഡേർഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ മൂക്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എസ്ഐക്ക് ചാൻസ് ഉള്ളതാണ്. ഷോർട്ട് എസ്സേ 2 മാർക്കിനൊക്കെ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിരുന്നു. നിങ്ങളുടെ കാര്യം അറിയില്ല, അത് പഠിച്ചു പോവാം. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താണ് വെബ് കോൺഫറൻസ്. വെബ് കോൺഫറൻസ് എന്ന് വെച്ചാൽ കോൺഫറൻസ് മീറ്റിംഗ്സ് എല്ലാം നമ്മൾ വെബ് വഴി ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണം പറയാൻ വെച്ചാൽ ഗൂഗിൾ മീറ്റ് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പിന്നെ എന്താണ് ഓൺലൈൻ ലൈബ്രറി. ഓൺലൈൻ ലൈബ്രറി എന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് ബുക്സ് നമുക്ക് സെർച്ച് ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഓൺലൈനായിട്ട് വായിക്കാനും PDF ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റില്ലേ. അപ്പോൾ അതിനെയാണ് ഓൺലൈൻ ലൈബ്രറി എന്ന് പറയാം. 24/7 അവൈലബിൾ ആയിട്ടുള്ള ലൈബ്രറീസ് ആണ് ഓൺലൈൻ ലൈബ്രറി. അപ്പോൾ ഈ എന്താ പറയുക ഈ വെച്ചുള്ള ടേമില്ലേ, എന്താ പറയുക ഈ കണ്ടന്റ്, ഈ ലൈബ്രറി, അതേപോലെ തന്നെ ഈ വീഡിയോ, ഈ ഓഡിയോ, അതൊക്കെ ഇലക്ട്രോണിക് ആണ് അല്ലേ. നമ്മളിപ്പം ഇലക്ട്രോണിക് ആയിട്ടുള്ള സംഭവങ്ങളെയാണ് പറയുന്നത്. ഇപ്പം ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുള്ളതിനെയാണ് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് നിങ്ങൾ ജനറൽ ആയിട്ട് കുറച്ച് പോയിന്റ്സ് പഠിച്ചു വെച്ചാൽ മതി. 24/7 അവൈലബിൾ ആണ്, ഈസി ആക്സസിബിൾ ആണ്, ടൈം കൺസ്യൂമിങ് ആണ്, നമുക്ക് എന്താ പറയുക ഫ്ലെക്സിബിൾ ആണ്, റിലയബിൾ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് സെയിം പോയിന്റ്സ് പഠിച്ചു വെച്ചിട്ട് ഇതിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് എന്താണ് സ്വയം. സ്വയത്തിൻ്റെ ഫുൾ ഫോം ആദ്യം തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. അതൊരു മൂക്ക് പ്ലാറ്റ്ഫോമാണ്, 2016 വന്നിട്ടുള്ളതാ. അപ്പോൾ ഒരുപാട് മൂക്ക് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാട്ടോ എക്സാമിന്. ഇത് ഒരെണ്ണം കൊടുത്തുന്നേ ഉള്ളൂ. അതർ പ്ലാറ്റ്ഫോംസും കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം.
പിന്നെ എന്താണ് മൈക്രോ ലേണിംഗ്? മൈക്രോ ലേണിംഗ് നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു എന്ന് തോന്നുന്നു. ലേണിംഗ് ഇൻ സ്മോളർ ടെക്സ്റ്റ്, അതായത് വലിയൊരു ടോപ്പിക്കിനെ കുഞ്ഞു കുഞ്ഞു പാർട്ടുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നതാണ് മൈക്രോ ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് IoT? IoT എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ് IoTയുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ ഒരൊറ്റൊരു ഡിവൈസിൽ മറ്റെല്ലാ ഡിവൈസും കണക്ട് ചെയ്യുന്നതിനെയാണ് IoT എന്ന് പറയുക. ഒരൊറ്റ ഡിവൈസ് ഉണ്ടാവും, അതിൽ ബാക്കി എല്ലാ ഡിവൈസും കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? IoT എന്ന് പറയുക. അതിന് ഉദാഹരണമാണ് അലക്സ. ഇനി അടുത്തത് എന്താണ് ബീക്കൺ ലേണിംഗ് എന്ന് പറയുന്നത്? ബീക്കൺ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വയർലെസ് ഡിവൈസ് ആണ് ദാറ്റ് ട്രാൻസ്മിറ്റ് സിഗ്നൽസ് ടു അതർ നിയർ ബൈ ഡിവൈസ്. നമ്മൾ ബ്ലൂടൂത്ത് പോലെ ഒരു ഡിവൈസ് ഉണ്ടായിരിക്കും, അപ്പോൾ വയർലെസ് ആണ്, അപ്പോൾ അപ്പുറത്ത് അടുത്തുള്ള ഡിവൈസുകളുമായിട്ട് നമുക്കിതിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ പഠിക്കുന്നത് ഒരു ലേണിംഗ് രീതിയാണ് ബീക്കൺ ലേണിംഗ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് സിങ്ക്രണസ്? സിങ്ക്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിങ്ക്രണസ് ഉണ്ട്, അസിങ്ക്രണസ് ഉണ്ട് കേട്ടോ. സിങ്ക്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ പാർട്ടിസിപ്പൻസ് ഇന്ററാക്ടിങ് ദ സെയിം ടൈം, അതായത് ടീച്ചറും സ്റ്റുഡൻസും ഒക്കെ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കുന്നതാണ് സിങ്ക്രണസ് ലേണിംഗ്. എക്സാമ്പിൾ പറയാൻ ഗൂഗിൾ മീറ്റ്. അസിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വ്യക്തി മാത്രമേ ഇന്ററാക്ട് ചെയ്യുള്ളൂ, അതാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ അടുത്തത് ഡാറ്റ അനാലിസിസ് ആണ്. ഡാറ്റയെ അനലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡാറ്റ അനാലിസിസിങ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഗൂഗിൾ ഡ്രൈവ്, ഐഫോണിലൊക്കെ ഉണ്ടാവുന്ന ക്ലൗഡ് ഒക്കെയാണ് അതിന് ഉദാഹരണം. പിന്നെ പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ നമ്മൾ ആദ്യമായിട്ട് കളക്ട് ചെയ്യുന്ന ഫ്രഷ് ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വേറൊരാളുടെ ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ. ഇനി ഇന്റേണൽ ഡാറ്റയും ഉണ്ട്, എക്സ്റ്റേണൽ ഡാറ്റയും ഉണ്ട്. ഇന്റേണൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ഡാറ്റയാണ് ഇന്റേണൽ ഡാറ്റ, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഡാറ്റ. എക്സ്റ്റേണൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ പുറത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ. ഇനി വാട്ട് ഈസ് ഡാറ്റ ഇന്റഗ്രിറ്റി? ഡാറ്റ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു ഡാറ്റയാണ് ഡാറ്റ ഇന്റഗ്രിറ്റി. അപ്പൊ ഇവിടെ നമ്മൾ അഷ്വറൻസ് ഓഫ് ഡാറ്റ ആക്യുറസി, ഇതൊരു പ്രോസസ്സാണ് ദാറ്റ് എൻഷുർസ് ദി ഡാറ്റ ആക്യുറസി, കംപ്ലീറ്റ്നെസ്, കൺസിസ്റ്റൻസി എല്ലാം എൻഷുർ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. എല്ലാ ടൈപ്പ് ഓഫ് ഡാറ്റയും ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉണ്ട്. ഡാറ്റ ക്വാളിറ്റി. എന്താണ് ഡാറ്റ ക്വാളിറ്റി? അതായത് ക്വാളിറ്റിയോട് കൂടി നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് ഡാറ്റ ക്വാളിറ്റി. DQ എന്ന് പറയുന്നത് എക്സാമിന് ചോദിക്കാം. ദെൻ ഡാറ്റ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം, അതായത് കൺസിസ്റ്റന്റ് ആയിരിക്കും, കംപ്ലീറ്റ്നെസ് ഉണ്ടായിരിക്കും, ആക്യുറേറ്റ് ആയിരിക്കും, അങ്ങനെ കീപ്പ് ചെയ്യുന്നതാണ് ഡാറ്റ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എന്താണ് MCAR? അതായത് മിസ്സിംഗ് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം. ഇത് മിസ്സിംഗ് ഡാറ്റയുടെ ടൈപ്സിൽ വരുന്നതാണ്. ആ ഒരു ഏരിയ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. MCAR എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ടൈപ്പ് ഓഫ് മിസ്സിംഗ് ഡാറ്റ. സ്മോൾ മിസ്റ്റേക്ക് ആണ് ദാറ്റ് നോട്ട് എഫക്ട് ഡാറ്റ കളക്ഷൻ. നമ്മുടെ ഡാറ്റ കളക്ഷൻ ഇത് എഫക്ട് ചെയ്യില്ല അധികം. അത്തരം ഡാറ്റയാണ് MCAR എന്ന് പറയുന്നത്, മിസ്സിംഗ് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം. പിന്നെ ഇതിൽ ഈ ടേംസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ ഐഡന്റിറ്റി തെഫ്റ്റ് ആണ് അടുത്ത ടേം. അതായത് മറ്റൊരാളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ്, ആളുടെ എന്താ പറയുക പാസ്വേഡ് ഓർ എനി അതർ പേഴ്സണൽ ഇൻഫോർമേഷൻസ് നമ്മൾ ഫ്രോഡായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഫിഷിംഗ് ആണ്. ഫിഷിംഗ് ഒരു സൈബർ ക്രൈം തന്നെയാണ്, ഇപ്പം ഹാക്കിംഗ് പോലെ തന്നെ. പക്ഷെ ഇവിടെ കീവേഡ് എന്ന് പറയുന്നത് നമ്മൾ ട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് വിശ്വസിപ്പിച്ചിട്ടാണ് നമ്മുടെ പല ഡാറ്റയും അവർ ചോർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയാൻ നമ്മളിപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ ഒരു മെസ്സേജ് വരികയാണ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെ ഫ്രീസ് ആയിട്ടുണ്ട്, സോ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പെട്ടെന്ന് അയക്കൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള ഒരു ബാങ്കിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് വരുന്നു. അപ്പോൾ നമ്മളത് വിശ്വസിച്ച് പോകും, എന്നിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. അതിലൂടെ അവരെന്ത് ചെയ്യും? ചിലപ്പോൾ അവർ ഹാക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, അതിലൂടെ അവർ നമ്മുടെ ഡാറ്റ ചോർത്തിക്കൊണ്ട് പോകും. അപ്പോൾ അതാണ് ഫിഷിംഗ്. ഒരു ട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഡാറ്റ സ്റ്റീൽ ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഫിഷിംഗ്. ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ ഡാറ്റ കാര്യങ്ങളൊക്കെ ചോർത്തിക്കൊണ്ട് പോകുന്നതാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സൈബർ അഡിക്ഷൻ. നമ്മൾ ഓവറായിട്ട് സൈബർ ഇന്റർനെറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് സൈബർ അഡിക്ഷൻ. ഇതുമൂലം ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നു, ഇൻസോംനി ഉണ്ടാവുന്നുണ്ട്, ഉറക്കക്കുറവ് ഉണ്ടാകുന്നുണ്ട്, ടയർഡ്നെസ് ഉണ്ടാവുന്നുണ്ട്, പിന്നെ ബാക്ക് പെയിൻ ഉണ്ടാകുന്നുണ്ട്, അങ്ങനെ ഇഷ്യൂസ് ഉണ്ട്. ദെൻ ഇ വേസ്റ്റ് നമ്മൾ പറഞ്ഞു, ഗ്രീൻ കമ്പ്യൂട്ടിംഗ് പറഞ്ഞു, ഇ ഗവേണൻസ് നമ്മൾ പറഞ്ഞു, പിന്നെ ഗ്യാൻഡൂട്ട്, ഇ സേവ, അക്ഷയ എന്നൊക്കെ പറയുന്ന ടേംസ് ഉണ്ട്. ഇതെല്ലാം ഇ ഗവേണൻസ് പ്രൊജക്റ്റുകളാണ്. ഫ്രണ്ട്സ്, ഭൂമി,
ഇ സേവ, അതേപോലെ തന്നെ ഗ്യാൻഡൂട്ട്, വിദ്യാവാഹിനി, ദൃഷ്ടി, താരാഹാത്ത്, അക്ഷയ എന്നൊക്കെ പറയുന്നത് പലതരത്തിലുള്ള ഇ ഗവേണൻസ് പ്രൊജക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഏത് വേണമെങ്കിലും 2 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ഫോർ പീസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇവിടെ പീസ് ഈ പീസ് അല്ല കേട്ടോ, 4P ആണ്. 4P ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ ഒക്കെയാണ്, പ്രൊഡക്റ്റ് ഒക്കെയാണ് അതിൽ വരുന്നത്. ഇനി അടുത്തത് SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ നമ്മൾ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വിർച്വൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറി കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കുറച്ചും കൂടി ഉള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ഏരിയ. ഇനി ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം സൈബർ അഡിക്ഷനെ കുറിച്ച് ചോദിക്കാം, ഇ ഗവേണൻസിനെ കുറിച്ച് ചോദിക്കാം, ഗ്രീൻ കമ്പ്യൂട്ടിങ്, ഓൺലൈൻ ലൈബ്രറിയുടെ അഡ്വാൻറ്റേജസ്, പിന്നെ മൂക്കിനെ കുറിച്ചൊരു നോട്ട്, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ സിഗ്നിഫിക്കൻസ്, എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇ ലേണിംഗ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇ ലേണിംഗ്, ഓൺലൈൻ ലൈബ്രറി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഒരേ പോയിന്റ്സ് എഴുതാം. മനസ്സിലായോ? 24/7 അവൈലബിൾ ആണ്, സ്പീഡാണ്, ആക്യുറേറ്റ് ആണ്, കുറച്ചും കൂടി കൺവീനിയൻ്റ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ജനറൽ പോയിന്റ്സ് എഴുതാൻ സാധിക്കും. പിന്നെ എന്താണ് ഇൻഫോർമേഷൻ ഓവർലോഡ്, അതിൻ്റെ കോസസ്, സൈബർ ക്രൈം, B2C, പിന്നെ 5 C's ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അഡ്വാൻറ്റേജ് ഓഫ് ഇ ബുക്ക്, ഇ വീഡിയോ, ഇ ഓഡിയോ, അതിൻ്റെയൊക്കെ നമുക്ക് സെയിം പോയിന്റ്സ് എഴുതാം. IT ആക്ടിനെ കുറിച്ചൊരു ചോദ്യം വരാം. ഇനി ഇതിൽ 5 C's ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ, കൺസൈസ്, കംപ്ലീറ്റ്, കറക്റ്റ്, കമ്പാഷനേറ്റ്. ദീസ് ആർ ദി 5 C's ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. പിന്നെ 5 D's ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറയാം എന്ന് പറഞ്ഞിട്ട് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് 5 D's ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ ഡിവൈസുകൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ മീഡിയ, ഡിജിറ്റൽ ഡാറ്റ ആൻഡ് ഡിജിറ്റൽ ടെക്നോളജി. ദീസ് ആർ ദി 5 D's ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് ചെയ്തെടുത്തിട്ടൊക്കെ നിങ്ങളൊന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചോളൂ കേട്ടോ. ഇത് ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. അതേപോലെ ഇതും 5 C's ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനും. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ഒന്നും കൂടി ഒന്ന് തറവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നതാണ്. ഇനി എസ്സേയുടെ ഏരിയയിലേക്ക് വരുമ്പോൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന എസ്സേകളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഏരിയ വരും. അപ്പോൾ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് കാര്യങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. സൈബർ ക്രൈം, പലതരത്തിലുള്ള സൈബർ ക്രൈമുകൾ ഏതൊക്കെയാണ്, ഹാക്കിങ് കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ എഴുതുക, ഫിഷിങ്, ട്രോജൻ ഹോഴ്സ് കാര്യങ്ങളൊക്കെ, വേംസ് ഒക്കെ. ദെൻ ഈ ലേണിംഗ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്. ദെൻ ക്വാളിറ്റീസ് ആൻഡ് ട്രേറ്റ്സ് ഓഫ് എ ഗുഡ് പ്രൊഫഷണൽ. ഗുഡ് പ്രൊഫഷണലിന് വേണ്ട ക്വാളിറ്റീസ് കാര്യങ്ങളാണ് പറയുന്നത്. ദെൻ ആരാണ് ഒരു ഡാറ്റ അനലിസ്റ്റ്, ആളുടെ റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ അഗെയിൻ മൂക്കിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്ന് കാണുന്നത് പ്രീവിയസ് ഇയറിൽ. അപ്പോൾ ഇത്രയും ഏരിയാസ് ഒന്ന് പഠിച്ചു വെച്ചാൽ പിന്നീട് ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് കയ്യിൽ നിന്നിട്ട് എഴുതാനും സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ഏരിയ. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് വീഡിയോ ഇടാം. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.